ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. ബാർട്ടർ സിസ്റ്റം ഫസ്റ്റ് പറയാനുള്ള ടോപ്പിക്കാണ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന വ്യവസ്ഥയെ എന്ത് പറയാം? ബാർട്ടർ സിസ്റ്റം അഥവാ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയാം. അതായത് ഒരു സാധനം വാങ്ങിയിട്ട് അതിന് പകരം മറ്റൊരു സാധനം കൈമാറുക. അതിന് എക്സാമ്പിളാണ് ഓൾഡൻ ഡേയ്സിൽ ചെയ്ത അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ് നെല്ല് കൊടുത്തിട്ട് പച്ചക്കറികളും മറ്റു ഭക്ഷ്യധാന്യങ്ങളും വാങ്ങുക. നമ്മുടെ കൈവശം നെല്ലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വസ്തു പച്ചക്കറി ആരെടുത്താണുള്ളത് അവരെടുത്തുന്നത് വാങ്ങിക്കുക. ഇങ്ങനെയുള്ള സമ്പ്രദായത്തെ എന്ത് പറയാം? ബാർട്ടർ സമ്പ്രദായം എന്ന് പറയാം. അപ്പോൾ ഈ ബാർട്ടർ സമ്പ്രദായത്തിന് കുറേ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പോരായ്മകൾ? ഫസ്റ്റ് വൺ, പൊതുമൂല്യ അളവിൻ്റെ അഭാവം. അതായത് ഒരാൾ നെല്ല് കൊടുത്തിട്ട് പകരം അല്ലെങ്കിൽ അരി കൊടുത്തിട്ട് പകരം പച്ചക്കറി വാങ്ങുമ്പോൾ രണ്ടും മെഷർ ചെയ്യാനൊരു അളവ് പോലില്ല. ഇത്ര കിലോനോ അല്ലെങ്കിൽ ഇത്ര കിൻഡൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് മെഷർ ചെയ്യാൻ അവിടെ എന്തില്ല, അളവ് പോലില്ല. ദെൻ വിഭജന പ്രശ്നം. പല വസ്തുക്കളും കറക്റ്റ് വിഭജിക്കാൻ പറ്റില്ല. പല സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഡിവൈഡ് ചെയ്ത് മുറിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല. ദെൻ ഇവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക. അതായത് ഇപ്പോൾ നെല്ലാവശ്യം നമ്മുടെ കൈവശമുള്ള നമുക്ക് പച്ചക്കറി വേണ്ടെങ്കിൽ നമ്മൾ നെല്ല് കൊടുത്ത് പച്ചക്കറി വാങ്ങാൻ നിൽക്കുമ്പോൾ പച്ചക്കറി തരാൻ നിൽക്കുന്ന ആൾക്ക് നെല്ല് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വരും? അവരുടെ ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതിരിക്കുക. ദെൻ മൂല്യശേഖരം. ഇതെല്ലാം ശേഖരിച്ച് വെക്കാനായിട്ടൊന്നും സാധ്യമല്ല. കാരണം ഭക്ഷ്യവസ്തുക്കളെ കുറേ കാലം ശേഖരിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഡിഫിക്കൽട്ടീസ് ഏതിനുണ്ടായി? ബാർട്ടർ സമ്പ്രദായത്തിനുണ്ടായി. അപ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളാണ് പൊതുമൂല്യ അളവിൻ്റെ അഭാവം, വിഭജന പ്രശ്നം, ഇരുവരുടെയും ആവശ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ വരിക, മൂല്യശേഖരത്തിൻ്റെ അഭാവം. ദെൻ നെക്സ്റ്റ് ആണ് മീനിങ് ഓഫ് മണി. എന്താണ് മണി എന്ന് പറഞ്ഞാൽ? മണി അഥവാ പണം. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. അതാണ് വാക്കർ എന്ന് പറഞ്ഞ ഒരാളുടെ ഡെഫിനിഷനാണ്. വാക്കർ പറഞ്ഞ ഡെഫിനിഷനാണ് പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. ഈ പണത്തിൻ്റെ ധർമ്മത്തെ മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണത്? പ്രാഥമിക ധർമ്മങ്ങളെന്നും ദ്വിതീയ ധർമ്മങ്ങളെന്നും യാദൃശ്ചിക ധർമ്മങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് പണത്തിൻ്റെ ധർമ്മത്തെ നിർവചിക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ധർമ്മം പ്രാഥമിക ധർമ്മം എന്താണെന്ന് നോക്കാം. പ്രാഥമിക ധർമ്മത്തിൽ പണം ചെയ്യുന്ന കാര്യമാണ് വിനിമയ മാധ്യമം. അതായത് വിനിമയം ചെയ്യുക. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക, അല്ലേ? പണം കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുക. അതാണ് വിനിമയ മാധ്യമം. ദെൻ മൂല്യമാപനം. അതായത് പണം ഉപയോഗിച്ചാണ് നമ്മൾ വസ്തുക്കളുടെ മൂല്യത്തെ അളക്കുന്നത്. ഇത്ര സ്വർണ്ണത്തിന് ഇത്ര വില, അപ്പോൾ അത് അത്രയും വില പിടിച്ച സാധനമാണ്. അപ്പോൾ അതിന് എന്തിൻ്റെ ഒരു മൂല്യമുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ മൂല്യമാപനം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഒരു ധർമ്മമായി കണക്കാക്കാം. അപ്പോൾ പണത്തിൻ്റെ പ്രാഥമിക ധർമ്മത്തിൽ 2 പോയിൻ്റാണുള്ളത്. ഒന്ന് വിനിമയ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു, അതായത് അത് കൈമാറ്റത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. മറ്റൊന്ന് അതിനെന്തുണ്ട്? ആ ഒരു മൂല്യമുണ്ട്. ദെൻ രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷനാണ് ദ്വിതീയ ധർമ്മം. ദ്വിതീയ ധർമ്മത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മൂല്യശേഖരം. പണം എന്താണ്? മൂല്യശേഖരമാണ്. അതിനെങ്ങനെ ശേഖരിച്ച് വെക്കാം, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. മൂല്യത്തിൻ്റെ മാറ്റം എന്ത് ചെയ്യാൻ പറ്റും? അത് പണം ഉപയോഗിച്ച് നമുക്കത് ഗോൾഡാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് സ്ഥലമോ ഭൂമിയോ കെട്ടിടമോ ബിൽഡിങ്ങോ എന്താ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റാം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ പണം ഉപയോഗിച്ച് മറ്റൊരു മൂല്യത്തിലേക്ക് അതിനെ മാറ്റിയാണ്. അപ്പോൾ മൂല്യത്തിൻ്റെ മാറ്റം. ദെൻ മാറ്റി വെക്കപ്പെട്ട അടവുകൾക്കൊരു സ്റ്റാൻഡേർഡ്. അതായത് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങൾക്കായിട്ട് സ്റ്റാൻഡേർഡ് രൂപത്തിൽ ഏത് ഉപയോഗിക്കാം? നമുക്ക് പണം ഉപയോഗിക്കാം. സെക്യൂരിറ്റികളൊക്കെ ആയിട്ട് ഏത് മാറ്റി വയ്ക്കാൻ പറ്റും? പണത്തിനെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ധർമ്മങ്ങളാണ് പണത്തിൻ്റെ ദ്വിതീയ ധർമ്മത്തിൽ പെടുന്നത്. മൂല്യശേഖരം, മൂല്യത്തിൻ്റെ മാറ്റം, മാറ്റി വയ്ക്കപ്പെട്ട അടവുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ്. ദെൻ പണത്തിൻ്റെ മൂന്നാമത്തെ മെയിൻ ധർമ്മമാണ് യാദൃശ്ചിക ധർമ്മം. അതായത് യാദൃശ്ചിക ധർമ്മത്തിൽ ഉൾപ്പെടുന്ന എന്താ? വായ്പയ്ക്കുള്ള അടിസ്ഥാനം. അതായത് വായ്പ പറഞ്ഞാൽ ലോൺസൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുക എങ്ങനെ? ക്യാഷ് ആയിട്ടാണ്, അല്ലേ? അപ്പോൾ അതെന്താ? പണമല്ലേ? ദെൻ പണം എന്ന് പറഞ്ഞാൽ ദ്രവത്വമാണ്. അതായത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡായ സംഭവമാണ് എന്ത്? പണം, അല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഗോൾഡ് ഉണ്ട്, പക്ഷേ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗോൾഡ് നമുക്ക് എടുത്തിട്ട് ചിലവഴിക്കാൻ പറ്റുമോ? ഇല്ല, ആവശ്യം നിറവേറ്റാൻ പറ്റില്ല. അതിനെ പണത്തിലേക്ക് മാറ്റണം, അല്ലേ? അപ്പോൾ പണമാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? വേറെ ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അതാണ് ദ്രവത്വം എന്ന് പറയുന്നത്. ദ്രവത്വം പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ദേശീയ വരുമാനമൊക്കെ വിതരണം ചെയ്യുന്നതില ക്യാഷിലാണ്, അല്ലേ? അപ്പോൾ വരുമാനമൊക്കെ കിട്ടിയതായിട്ടാണ് ക്യാഷായിട്ടാണല്ലോ. ദെൻ ലാസ്റ്റ് ഇതാണ് പറയുന്നത് സോൾവൻസിയുടെ ജാമ്യക്കാരൻ. അതായത് ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകുമ്പോൾ ആ ഉറപ്പിനൊക്കെ ഏതാ ഉപയോഗിക്കുക? പണമാണ്, അല്ലേ? ഇപ്പോൾ ജാമ്യം നിൽക്കുക, ഇപ്പോൾ ഏതെങ്കിലും കേസിലെ പ്രതികൾക്കൊക്കെ ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ അവിടെയൊക്കെ കെട്ടിവെക്കേണ്ടത് ഏതാ? പണമായിട്ട്, ക്യാഷായിട്ടാണ്. അപ്പോൾ സോൾവൻസിയുടെ ജാമ്യക്കാരനായിട്ട് നിൽക്കുന്നത് ഏതാണ് പറയുക? പണമാണ്. അപ്പോൾ പണത്തിൻ്റെ യാദൃശ്ചിക ധർമ്മത്തിൽ പെടുന്നതാണ് വായ്പയ്ക്കുള്ള അടിസ്ഥാനം, ദ്രവത്വമാണ്, ദേശീയ വരുമാന വിതരണം, സോൾവൻസിയുടെ ജാമ്യക്കാരൻ. അപ്പോൾ പണത്തിൻ്റെ 3 ധർമ്മങ്ങളാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ. പ്രാഥമിക ധർമ്മങ്ങൾ, ദ്വിതീയ ധർമ്മങ്ങൾ, യാദൃശ്ചിക ധർമ്മങ്ങൾ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.